ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകും പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചതച്ചെടുത്തതാണ് കേട്ടോ, ഇഞ്ചി പേസ്റ്റ് അല്ല. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് നിറം മാറി വരട്ടെ. കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാ, കൊച്ചുള്ളി. അപ്പോൾ ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കറിക്ക്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ചു വെച്ച് കൊടുക്കാം. തീ അതുപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത്യാവശ്യം വലിപ്പമുള്ള 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി നോക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് കറി റെഡിയായി കിട്ടും. ഇനി തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. തുറന്ന് നോക്കുന്ന സമയത്ത് ആ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്തുള്ള മല്ലിപ്പൊടിയാണ്. അതും തന്നെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടും. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. മസാലകളുടെ പച്ചമണക്ക് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. കൊടുമ്പുളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ മസാല ഒന്ന് തിളച്ച് വരണം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ടി കുറഞ്ഞ കറിയാണ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. മത്തിക്കറിയാണ്. മത്തി നേരത്തെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം, ഒരു 4 മിനിറ്റ് സമയം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മത്തിക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ചെറിയ ഉള്ളി ഇട്ടത് കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. മത്തിക്കറി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കറിയുടെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.